Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ജീവിതത്തിലെ ഓരോ നാൾ വഴികളും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. പല യൂട്യൂബ് ചാനലുകളിലും ഒരുപാട് പ്രഡിക്ഷൻസ് ഓരോ നാളിനെ പറ്റി പറയുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നാളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10,000 പേര് നിങ്ങളുടെ ഒരു നാളിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ 10,000 പേരും 10,000 ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിലോട്ട് വെളിച്ചം വീശത്തക്ക രീതിയിലുള്ള ഒരു പ്രഡിക്ഷനാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡായിട്ട്, കാരണം പ്രത്യേകിച്ച് ഇന്ന് മലയാളത്തിലെന്നല്ല ഇന്ത്യയിലെങ്ങും വരാത്ത രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ശനിദശയൊക്കെ പേടിക്കുന്നുണ്ട്. ചിലർക്ക് ശനിദശ മോശമായിരിക്കും, ചിലർക്ക് നല്ലതായിരിക്കും. അതുപോലെ വ്യാഴദശ ചിലർക്ക് മോശമായിരിക്കും, ചിലർക്ക് നല്ലതായിരിക്കും. ചിലർക്ക് അതുപോലെ ചൊവ്വാദശ മോശമായിരിക്കും, ചിലർക്ക് നല്ലതായിരിക്കും. അത് എന്തുകൊണ്ട് എന്നുള്ള അറിയാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹം കാണും. അപ്പം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരി ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം കൂടെ നമുക്കത് റിവൈൻഡ് ചെയ്തിട്ടുണ്ട് കാണാനായിട്ടുള്ള വരും. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാവും. അപ്പം നിങ്ങളുടെ ഓരോ ദശകളും നിങ്ങൾക്ക് ഏത് തൊഴിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വരാൻ പറ്റും, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഏറ്റവും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രത്തിൽ എത്ര ഡിഗ്രി, ഓരോ പ്ലാനറ്ററി പൊസിഷനകത്ത് എത്ര ഡിഗ്രി നിൽക്കുന്നു, ആ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദശാകാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമോ അതുമല്ലെന്ന രീതിയിൽ ദശയോ ബാക്കിയുള്ള റെഗുലറായിട്ടുള്ള നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളെ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ള അറിയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വിശദമായിട്ട് എൻ്റെ വരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലെന്നൊരു ഒരു പ്രാവശ്യം കൂടെ റിവൈൻഡ് 1-2 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ എന്ന ചൊവ്വാണ്. അതുപോലെ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ് സൂര്യകർമ്മക്കെട്ടത്. ഇവിടെ ഈ അശ്വതി നക്ഷത്രത്തിന് ചൊവ്വാടായിട്ടുള്ള ഒരു ദേഷ്യം, അല്ലെ ചൊവ്വാടായിട്ടുള്ള പിടിവാശി, പ്രത്യേകിച്ച് പറയാനാണെന്ന രീതി എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞ ഒരു ഹൈ എനർജിയാണ്. ഒരു വാരിയറെ, ഫൈറ്ററെ, ഒരു പടയാളിയുടെ ഒരു എനർജി, പോലീസ്, മിലിറ്ററി, ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത്. വളരെ അഗ്രസീവ് എനർജിയാണ്. അതുപോലെ കേതുവാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കേതുവിൻ്റെ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ചില ആൾക്കാർക്കൊക്കെ മുടിക്കൊരു ചെറിയ ചുരുളിച്ച, അതേമാതിരി സൂര്യൻ്റെ ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് സൂര്യൻ എന്നാണ്. ഒരു സൂര്യൻ്റെ ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് ശരിയായിരിക്കണം, ഞാൻ പറയുന്നത് നടക്കാവൂ. പ്രത്യേകിച്ച് പറയാനാണെന്നൊരു ഈ സൂര്യൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി അല്ലെന്നൊരു ഒരു അതോറിറ്റി, ലീഡർഷിപ്പ്, അങ്ങനെ ഒരു എനർജിയാണ്. അപ്പം ഞാൻ പറയുന്നത് ജയിക്കണം, ഞാൻ പറയുന്നത് നടക്കാവൂ, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു കർമ്മയെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന പറയുക. പ്രത്യേകിച്ച് കേതുവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മീയമായിട്ടുള്ള ഒരു റേഡിയേഷന് അതുമല്ലെന്ന് വരില്ല. ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അശ്വിനി കുമാരൻ്റെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡീറ്റെയിൽഡായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇവരുടെ പല നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിപ്പെട്ട പല ആൾക്കാരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് കാണുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഡിക്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രത്തിൽ എത്ര ഡിഗ്രി, ഓരോ പ്ലാനറ്ററി പൊസിഷനകത്ത് എത്ര ഡിഗ്രി നിൽക്കുന്നു, ആ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദശാകാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമോ അതുമല്ലെന്ന രീതിയിൽ ദശയോ ബാക്കിയുള്ള റെഗുലറായിട്ടുള്ള നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങളെ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ള അറിയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വിശദമായിട്ട് എൻ്റെ വരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലെന്നൊരു ഒരു പ്രാവശ്യം കൂടെ റിവൈൻഡ് 1-2 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഈ ഒരു നമുക്ക് ഇതിനകത്ത് കുറച്ച് 3-4 ചാർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ആ ചാർട്ടുകളിൽ അടുത്തുനിന്ന് നിങ്ങൾക്ക് ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങളുടെ ബർത്ത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ബർത്ത് ചാർട്ടിനകത്ത് 9 ഗ്രഹങ്ങളാണ്. 9 ഗ്രഹങ്ങളും 12 ഹൗസുകളും, അതായത് 12 സോഡിയാക് സൈനും 9 പ്ലാനറ്റുകളും. പക്ഷെ ഈ പ്ലാനറ്റൊക്കെ, അതായത് ഈ ഗ്രഹങ്ങളൊക്കെ എത്ര ഡിഗ്രി നിൽക്കുന്നു, ആ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ ദശാകാലങ്ങളെ
ദശാസന്ധികളെ അത് നല്ലതാണോ അഴുക്കാണോ, നിങ്ങളെ ഏതൊക്കെ ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യും, എത്രമാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും, ഏത് ഗ്രഹം നിങ്ങൾക്ക് അഴുക്കാണ്, ഏത് ഗ്രഹങ്ങൾ നല്ലതാണ്, അല്ലെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ നാളുകാർക്ക് അല്ലെന്നൊരു ഏതൊക്കെ നാളുകാരുടെ കൂടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെ അവരെ കല്യാണം കഴിക്കാൻ പറ്റും, അവരുടെ കൂടെ ഒരു ചെങ്ങാത്തം പുലർത്താൻ പറ്റും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇത് മലയാളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, വേൾഡിൽ ഒരിടത്തും ഈ ഒരു ടൈപ്പ് ഒരു വീഡിയോ വന്നിട്ടില്ല. ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നക്ഷത്ര ജാതക രഹസ്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് പഠിക്കണം, അല്ലെന്നൊരു ഏത് ബിസിനസ് ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും, ഏത് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പഠിക്കാൻ പറ്റും, അല്ലെന്നൊരു ഏത് ജോലി ചെയ്യണം, ഇതുകൂടാതെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റുമോ, അതല്ലൊന്നൊരു ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെന്നൊരു വീട് വാങ്ങിക്കാനുള്ള യോഗമുണ്ടോ, വണ്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ടോ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് നിങ്ങൾക്ക് ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഓരോ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ മിടുക്കരാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചാർട്ടുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെയും പറയുകയാണ്, മലയാളത്തിലോ ഇന്ത്യയിലോ ഇന്ന് വരെ ഇങ്ങനൊരു വീഡിയോ വന്നിട്ടില്ല. അത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് ഇത്. അത് ഓരോ നാളിനെ പറ്റി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നാളിൽ ഏതൊക്കെ ദശ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, ഏതൊക്കെ ദശ വന്നു കഴിഞ്ഞാൽ നല്ല അഴുക്കാണ്, അല്ലെന്നൊരു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വ്യാഴദശ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും നല്ലതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഏകദേശം ഒരു 15 നാളുകൾക്കേ ഉള്ളൂ അത് നല്ലതായിട്ടുള്ളത്. പക്ഷെ അതിൽ വേറൊരു പ്രഡിക്ഷനാണ്. ഇവിടെ നമ്മൾ അതിനും ഡീറ്റെയിൽഡായിട്ടുള്ള നമ്മളിതിൻ്റെ ഈ വ്യാഴം അനുകൂലമോ പ്രതികൂലമോ അല്ല, വ്യാഴത്തിൻ്റെ ദശ ആർക്ക് നല്ലതാണ്, ആർക്ക് അഴുക്കാണ്, അല്ലെന്നൊരു ശനി ദശ ആർക്ക് നല്ലതാണ്, ആർക്ക് മോശമാണ് എന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലുപരി നിങ്ങൾ ബർത്ത് നക്ഷത്രങ്ങളുടെ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, ആ ഡിഗ്രിയുടെ അനുസരിച്ചാണ് നമ്മൾ ഓരോ ഗ്രഹങ്ങളുമായിട്ട് കൺസിഡർ ചെയ്ത് നിന്നും കണക്ടിവിറ്റി ചെയ്യുന്നതും. അത്ര വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 27 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു ചാർട്ടാണ്. അതിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ നക്ഷത്രത്തിനോട് കൂടി നിൽക്കുമ്പോഴാണ് നല്ലതെന്നുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ജന്മതാര, സമ്പത്താര, വിപത്താര, ക്ഷേമതാര, സാധക്താര, വധതാര, മിത്രതാര, അമിത്രതാര ഇങ്ങനെ തിരിക്കുന്നു. ഇതിൽ ഓരോ ആൾക്കാർക്കും ഓരോ ഇതിനകത്ത് ബാക്കിയുള്ള ചാർട്ട് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലായിട്ടില്ലെന്നൊരു ചിലപ്പോൾ ഈ വീഡിയോ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവർ 2 or 3 പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 95-99% കറക്റ്റായിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. അത് ബേസ്ഡ് ഓൺ ദ എവിഡൻസ്, അങ്ങനെയുള്ള ഒരു അടിസ്ഥാനത്തിൽ, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ശനിദശയാണെങ്കിൽ ചില ആൾക്കാരെ വലിച്ച് താഴെയിടും, ചില ആൾക്കാർക്ക് ശനിദശ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എന്താ ഇതിൻ്റെ കാരണങ്ങൾ. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ പലർക്കും ശുക്രദശ നല്ലതാണെന്ന് പറയും, ചിലർക്ക് വ്യാഴദശ നല്ലതാണെന്ന് പറയും, ചില ആൾക്കാർ പറയും എനിക്ക് കഷ്ടപ്പാട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിപരീതമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ശുക്രദശ നല്ലതാകുമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അഴുക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ദശാ സിസ്റ്റം, അതായത് 120 വർഷമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സെന്ന് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ ആ ഒരു സമയത്ത് ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഒരു സാമീപ്യം അവിടെ കാണും. അപ്പം ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് അതായിട്ട് നമ്മുടെ ജന്മരാശിയായിട്ട് വരും. സപ്പോസ് ഇവിടെ നമ്മൾ ഈ ചാർട്ട് കൊടുക്കുന്നു. ഒരാടെ സപ്പോസ് ഒരു വ്യാഴദശയിലാണ് ജനിക്കുന്നതെന്ന് വെച്ചു. ആ വ്യാഴദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിദശ, അങ്ങനെ ഓരോ ദശകൾ വന്നു. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ആ ദശ പോകുന്നത്. സപ്പോസ് ഇപ്പോൾ ചന്ദ്രദശയിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രദശ കഴിഞ്ഞിട്ട് അടുത്ത ചൊവ്വാദശ വരും, രാഹുദശ വരും, ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വ്യാഴദശ വരും. അപ്പോൾ ഈ താഴെ നിന്നുള്ള ഇത് അനുസരിച്ച് ഈ ഓർഡറിൽ മേളി മാറി വരും. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ 9 ഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് 1 മുതൽ 9 വരെ. അപ്പോൾ 9 വരെയുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ ഏത് ഗ്രഹങ്ങളെ ഈ ഒരു സാന്നിധ്യത്തിലാണോ ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഒരു പ്രസൻസ് അല്ല ഒരു സാമീപ്യം നമ്മൾ ജനിക്കുന്ന സമയത്തുള്ളത്, അതാണ് നമ്മുടെ ദശ. പിന്നെ നമ്മൾ ജനിക്കുന്ന പാദങ്ങളെ അതൊക്കെ അനുസരിച്ച് ആദ്യത്തെ ആ ഒരു പോർഷൻ വ്യാഴദശയുടെ ആണെങ്കിലും നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും, അത് കുറഞ്ഞിരിക്കും. അതിൻ്റെ ആയിട്ടുള്ള കണക്ക് കൂട്ടി നമുക്ക് ചെയ്യാനൊക്കെ പറ്റും കറക്റ്റായിട്ട്.
പക്ഷേ ബേസിക്കായിട്ട് ഇന്നിപ്പോൾ നമുക്ക് പല സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ എന്നാൽ ഈ ഒരു ഇതെന്ന് നമ്മൾ വളരെ മാനുവലി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴദശ എന്ന് പറഞ്ഞാൽ 16 വർഷമാണ് ഒരാൾക്ക് വ്യാഴദശ. അപ്പം അതിപ്പോൾ ഒരാൾ വ്യാഴദശയിലായി ജനിക്കുന്നതിന് 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആ വ്യാഴദശ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം വ്യാഴദശ വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോസ് ഒരാളുടെ വ്യാഴദശ നല്ലതാണെന്ന് വരില്ല, നല്ല അറിവ്, നല്ല ജ്ഞാനം, നല്ല വളർച്ച, അതുപോലെ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഒക്കെ ഉണ്ടാകിയിരിക്കും വ്യാഴദശ എന്ന് പറയുമ്പോൾ. അതുപോലെ ഇപ്പോൾ ഒരാൾ ശനിദശയിലാണ്, അത് അടുത്ത ഇപ്പോൾ ശനിദശയാണ്. ഈ വ്യാഴദശ ജനിക്കുകയാണെന്നൊരു ആ ആളിന് അടുത്തത് ശനിദശയാണ്. അങ്ങനെ ഉണ്ടെന്നൊരു ഈ ശനിദശ 19 വർഷമാണ് നീണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലല്ല, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ വന്നാലും ഈ ശനിദശയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 വർഷമാണ്. അത് ജന്മരാശിയിൽ അല്ലെന്ന് വരിയിൽ 19 വർഷം കറക്റ്റാണ്. ഈ ഒരു വ്യാഴദശ ജനിക്കുന്ന ആളാണെന്ന് വരിയിൽ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു വ്യാഴദശ ജനിക്കുന്ന ആളാണെന്ന് വരിയിൽ ആ ആളിന് 19 വർഷം അടുത്തത് ശനിദശയായിരിക്കും. അപ്പോൾ ഈ ശനിദശ അങ്ങനെ ഉണ്ട് 17 മുതൽ 35 വയസ്സ് വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശനിദശ എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ, നല്ല കർമ്മലാഭം, അല്ലെന്നൊരു കഠിനാധ്വാനം ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടൊക്കെ ഉള്ളൊരു നേച്ചറായിരിക്കും. പല ആൾക്കാർക്കും ഈ ശനിദശയിൽ നിന്ന് വളരെ പേടിയാണ്, വളരെയായിട്ടുള്ള മോശമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുത്തരുന്നത്. പക്ഷെ എല്ലാ ആൾക്കാർക്കും മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ബുധദശ. ബുധദശ എന്ന് പറഞ്ഞാൽ 17 വർഷമാണ്. അപ്പോൾ 36 വയസ്സ് മുതൽ 52 വയസ്സ് വരെയാണ് ഒരാൾക്ക് ബുധദശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുധദശ നോക്കി കഴിഞ്ഞാൽ ആശയവിനിമയം, നല്ല കമ്മ്യൂണിക്കേഷന്, നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ, പിന്നെ ബിസിനസ്സിനൊക്കെ പറ്റിയ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ബുധദശയ്ക്ക്. ബിസിനസ് കൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷന് അങ്ങനെ ഇതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കുക, എടുക്കുക ഒക്കെയാണ് അത് ഈ ബുധദശയിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ഈ വീഡിയോയിൽ തുടർച്ചയായിട്ട് പറയുന്നതാണ്, ഓരോ ഡീറ്റെയിൽഡായിട്ട്. അതേമാതിരി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേതുദശയാണ്. 7 വർഷമാണ് കേതുദശ ഒരാൾക്കുള്ളത്. അത് ആത്മീയമായിട്ടുള്ളതോ അല്ലെന്നൊരു പല രീതിയിലെ പള്ളികളെ, അമ്പലങ്ങളെ, ആരാധനാലയങ്ങളെ, അല്ലെന്നൊരു ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഈ കേതുദശയിൽ. അതുപോലെ ശുക്രദശയാണെന്നൊരു 20 വർഷമാണ്. ഈ ശുക്രദശ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സന്തോഷങ്ങൾ, സുഖഭോഗങ്ങൾ, നല്ല ബന്ധങ്ങൾ, നല്ല കലാപരമായിട്ട് സാഹിത്യപരമായിട്ടുള്ള അറിവ്, അല്ലെന്നൊരു അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ളതാണ് ഈ ശുക്രദശ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ. അതേസമയം അത് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സൂര്യദശയാണ് നോക്കിക്കഴിഞ്ഞാൽ 6 വർഷമാണ്. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള അധികാരം, അങ്ങനെ ശക്തി, ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടാണ് ഈ സൂര്യദശയായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അതുപോലെ ചന്ദ്രദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആത്മസംഘർഷത്തിന്, അല്ലെങ്കിൽ ടെൻഷന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പല ഇത് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നിവരുമായിട്ടുള്ള ബന്ധപ്പെട്ടത് അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ചൊവ്വാദശ നോക്കിക്കഴിഞ്ഞാൽ നല്ല എനർജറ്റിക്കാണ്, പ്രവർത്തനമുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉയർച്ച, ധൈര്യമേ. അഥവാ ചൊവ്വാദശ മോശമാണെന്ന് വരിയിൽ പല രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകൾ, മുറിവ് പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പോയിരിക്കുക, അങ്ങനെയുള്ള പല രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഈ ചൊവ്വാദശ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നത്. അതുപോലെ രാഹു ഈ ചൊവ്വാദശ എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ ദശ നോക്കിക്കഴിഞ്ഞാൽ 18 വർഷം. അപ്പോൾ ഈ 18 വർഷമാണ് രാഹുൽ ദശ. അപ്പോൾ ഇതിനകത്ത് പല രീതിയിലുള്ള ജിജ്ഞാസ, പരിവർത്തനങ്ങൾ, അല്ലെങ്കിൽ മാറ്റങ്ങൾ, ഈ പറഞ്ഞ മാതിരി, പിന്നെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഈ രാഹുൽ ദശയ്ക്കകത്ത് ഒളിച്ചോടാനൊക്കെ ഉള്ള സാധ്യത, പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ വൃത്തിയായിട്ടിൽ ശുക്രനും രാഹു ഒക്കെ കണക്റ്റായിട്ടിരിക്കുന്ന ഒക്കെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഒളിച്ചോടാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5th ഹൗസിലൊക്കെ ആണെന്ന് വരില്ല. കാരണം 5th ഹൗസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ലവിൻ്റെ കൂടെ, ലവ് മാരേജും ലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ബന്ധമുള്ള ഒരു ഹൗസാണ് 5th ഹൗസ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് വരിയിൽ ഉറപ്പായിട്ടും ചില കേസിൽ ഒളിച്ചോടാനൊക്കെ ഉള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട്. ഇവൻ പെൺകുട്ടികളായാലും ആൺകുട്ടികളായും അത് ചൊവ്വയുടെയും ഈ പറയുന്ന ശുക്രനുമായിട്ട് ഈ രാഹുവൊക്കെ കണക്റ്റായി നിൽക്കുന്ന ഒക്കെ കേസുകളിലാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതുപോലെ നമ്മളെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വാസ്തുപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾ ടോയ്ലറ്റോ കിണറോ ഇങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവെക്കൽ ഒരു കാരണവശാലും. കാരണം പല രീതിയിലുള്ള അവിടെ ഇമ്പാക്റ്റുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില കുട്ടികളൊന്നും ഉണ്ടാകാത്ത അവസ്ഥ, ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ, അല്ലെ വൈഫ് ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തമ്മിൽ കലഹം ഉണ്ടാക്കാൻ, വീട്ടിൽ പ്രേതബാധ മാതിരിയുള്ള ചില
അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ഈ രാഹുർദശയിൽ ഇങ്ങനെയൊക്കെ വരുമ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ അതുവരെ ചിലപ്പോൾ കുഴപ്പം കാണുകയില്ല, എടുത്ത് അടിച്ച് മറിച്ച് ജീവിതം തരിപ്പണമാക്കി കളയാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഈ രാഹുർദശയിലെ ഇങ്ങനെയുള്ള ഡയറക്ഷൻ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ കിണറോ ടോയ്ലറ്റോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ വളരെ പവിത്രമായിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം രാഹു എന്ന് പറഞ്ഞാൽ വലിയൊരു എനർജിയാണ്. ഒരു റെമഡി ചെയ്തിട്ടോ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടോ അതിന് കാര്യമില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. അതുപോലെ ഇവിടെ വേറൊരു ചാർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജന്മധാര, സമ്പത്താര, അങ്ങനെ പല രീതിയിൽ ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ജന്മധാര എന്ന് പറയുന്ന ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർക്ക് ഈ ഇങ്ങനെയൊക്കെ ഉള്ള നക്ഷത്രമായിട്ട് വേദം വന്നു കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ സമ്പത്താര എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ അല്ലെന്നൊരു ധനം വന്നു ചേരുക, അതുപോലെ വിപത്താര അതെന്ന് പറഞ്ഞാൽ അപകടങ്ങൾ, മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, നഷ്ടകഷ്ടങ്ങൾ വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവിക്കാൻ, അതുപോലെ ക്ഷേമധാര സുഖ സൗകര്യങ്ങൾ, ജീവിതത്തിൽ നല്ല നല്ല സാഹചര്യം, നല്ല ജീവിക്കാനുള്ള നല്ല ചുറ്റുപാടുകൾ, അങ്ങനെ സുഖലോലുപമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ പ്രകൃതിധാര പല രീതിയിലുള്ള തടസ്സങ്ങൾ, കലഹങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ സാധകധാര കാര്യവിജയം, കാര്യസിദ്ധി, വധധാര ഈ ആപത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഭേദം വന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ആപത്ത് അല്ലെങ്കിൽ പല രീതിയിലുള്ള ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ്. അതുപോലെ മിത്രധാര എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള സുഖസഹായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യം. അതുപോലെ അതിമിത്രം അല്ലെ പരമമിത്രം, അപ്പോൾ അതിയായിട്ടുള്ള സന്തോഷങ്ങൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം. അപ്പോൾ ഇതിനി അടുത്ത നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വീനസ് അല്ല ശുക്രൻ എന്ന് പറയുന്നത് ആദ്യം കാണാം. ഈ ശുക്രൻ നിൽക്കുന്നത് 10 ഡിഗ്രിയിലാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രിയിൽ. അപ്പോൾ എന്ന് എഴുതിയേക്കുന്നത് ശുക്രനാണ്. അപ്പം നിങ്ങളുടെ ബർത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ഈ ഒരു രീതിയിൽ ശുക്രൻ നിൽക്കുക, അഥവാ 15 ഡിഗ്രിയാണ്, നമ്മൾ 15ാമത്തെ നക്ഷത്രം വേണം നോക്കാൻ. അപ്പം നമുക്കൊരു സാമ്പിളാണ്. അപ്പം നിങ്ങളുടെ ബർത്തിയായിട്ട് സപ്പോസ് 10 ഡിഗ്രിയാണെന്ന് വെച്ചു. അപ്പോൾ ഈ 10 ഡിഗ്രിയിൽ ശുക്രൻ നിൽക്കുവാണെന്ന് വരി നമ്മളിതാ അടുത്ത ഒരു ചാർട്ട് ഇടുന്നു. അപ്പം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ചാർട്ടിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കി, ഇതിനകത്ത് നിൽക്കുമ്പോഴേ 10ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകം നക്ഷത്രമാണ്. അപ്പോൾ ഈ മകം നക്ഷത്രം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വീനസ് അതല്ലെന്നൊരു ശുക്രൻ 10 ഡിഗ്രിയിലാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ നാളിൻ്റെ 10ാമത്തെ നക്ഷത്രം പോയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ 10ാമത്തെ നക്ഷത്രം നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റൂടെ മകം നമുക്കിവിടെ വിപത്ത് ധാരയാണ്. വിപത്ത് ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കട്ടപ്പാട്, ഈ ശുക്രൻ എന്ന പ്രത്യേകിച്ച് പൈസയുടെ ഗ്രഹമാണ്. അപ്പം നമുക്ക് പൈസയ്ക്ക് നഷ്ടം വരിക, അല്ലെന്നൊരു ആഡംബരമില്ലാതെ വരിക, നല്ല ഭാര്യയെ കിട്ടാതിരിക്കുക, അല്ലെന്നൊരു ഭാര്യയുമായിട്ടുള്ള കലഹം, അതുപോലെ വണ്ടി വാഹനങ്ങൾ, ഈ പറയുന്ന നല്ല വീടുകൾ, അപ്പോൾ വീടിനകത്തൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ പറ്റുക, അല്ലെന്നൊരിയിൽ നമ്മുടെ വണ്ടി ഇടയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് ഡെൻറ്റിങ്, പെയിൻറ്റിങ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ നോക്കുമ്പം നമുക്ക് വൈഫുമായിട്ട് ചിലപ്പോൾ ചേരത്തില്ല, കലഹിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത. അങ്ങനെ അവിടെ നമുക്കിവിടെ വീനസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ദോഷഫലം ചെയ്യും. നമ്മളിപ്പോൾ ഈ വീനസ് അതായത് ശുക്രൻ നമ്മുടെ ബർത്തിയാട്ടിനകത്ത് 10 ഡിഗ്രി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാർട്ടിനകത്തുള്ള 10ാമത്തെ നക്ഷത്രം, ആ 10ാമത്തെ നക്ഷത്രത്തെ പോയി കണ്ടു. അപ്പോൾ ആ ഒരു നക്ഷത്രം നമുക്ക് ചേരുകയില്ലാന്ന് മനസ്സിലായി. ഇങ്ങനെ നിൽക്കുന്ന ഈ അതായത് ശുക്രദശ വരും. അപ്പോൾ ഈ ശുക്രദശ വരുമ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊള്ളത്തില്ല, വളരെ മോശമായിട്ടുള്ള ഫലങ്ങളാണ് ശുക്രദശ വരുമ്പോഴും തരുന്നത്. അപ്പം പല രീതിയിലുള്ള ചില ആൾക്കാർ ഇത് ദശ മോശമാണെന്ന് വരിയിൽ ഹസ്ബൻഡ് വൈഫിലൊക്കെ ചില ഡൈവേഴ്സ് കേസ് വരാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും, വണ്ടിക്ക് ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വർണം പ്രത്യേകിച്ച് ഡയമണ്ടൊക്കെ കളഞ്ഞു പോവുക. അതുപോലെ ഈ വീനസൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ കലയുടെയൊക്കെ ഇതാണ്. അപ്പോൾ ചില ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വരില്ല ഇങ്ങനെയൊക്കെ ഒരു ദശ വരുമ്പോഴേ അഴുക്കായിട്ട് വരിക. അതേസമയം ഇതൊരു നല്ല നാളായിരുന്നു ഇവിടെ നിന്നെന്ന് വരില്ല, വളരെ പല രീതിയിലുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചേനെ. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതിനകത്ത് ഈ ഡിഗ്രി വെച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ ഇതിനകത്ത് നിങ്ങൾക്ക്
ഇതിൻ്റെ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഉണ്ട് ഓരോ ഡിഗ്രിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഫലങ്ങളെന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ ഇൻറ്റേർണൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു കളക്ടിവിറ്റി ഉണ്ട്. അതായത് 159, 2610, 3711, 4812 അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അനുസരിച്ച് പ്രഡിക്ഷന് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരുമെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുകയാണ്. അതുകൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങളെ അപകരിക്കാനും. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്. പക്ഷേ ഇതിനുപരി കണക്ടിവിറ്റിയും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് 100% കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ, പ്രത്യേകിച്ച് ബഹുനാടി, ചന്ദ്രകലാനാടി, മൊബൈൽ ന്യൂമറോളജി, മിസ്റ്റിക്കൽ ട്രയാങ്കിൾ, നെയിം അലൈൻമെൻറ്റ്, ബ്രാൻഡ് അലൈൻമെൻറ്റ്, വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊരിൽ അറിയാനുണ്ടെന്നൊരിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേമാതിരി പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെ ഡിഗ്രി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ബർത്ത് ചാർട്ടിലെ നല്ല ഫലങ്ങൾക്കും മോശമായ ഫലങ്ങൾക്കും സാഹചര്യമുണ്ടെന്ന് പറഞ്ഞു. അത് ചിലപ്പം നമ്മുടെ ഓരോ ദശാസന്ധിയൊക്കെ വരുമ്പോഴും അതിനനുസരിച്ച് മാറാം. ചില കാര്യങ്ങളും നമുക്ക് പ്രതികൂലമായിട്ട് വരാം. അങ്ങനെ പ്രതികൂലമായിട്ട് വരുന്ന കാര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത റെമഡി പാർട്ടി പറയുന്നത്. നമുക്ക് 1 മുതൽ 12 ഹൗസുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഹൗസുകൾക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 6th ഹൗസ്, 5th ഹൗസ്, 9th ഹൗസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5th ഹൗസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത് ബേർഡ്, നമ്മുടെ എല്ലാ നാളിലും ഓരോ ബേർഡുണ്ട്. അതുപോലെ 6th ഹൗസ് പ്രസൻറ്റ് കർമ്മ, ഇന്നത്തെ നമുക്ക് ഉള്ളാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ 6th ഹൗസ് സൂചിപ്പിക്കുന്നത്. 6th ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിക്കുന്ന നമുക്ക് നാളിലുള്ള ആനിമല്. പക്ഷേ ഈ ആനിമലിനും ഈ പറയുന്ന ട്രീക്കും ഈ ബേർഡിനും ഒക്കെ വ്യത്യാസം വരും. നമ്മുടെ ബർത്ത് ചാർട്ടിലെ ഓരോ ഗ്രഹങ്ങൾ എത്ര ഡിഗ്രി നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇതിൻ്റെ കണക്ടിവിറ്റി വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബർത്ത് ചാർട്ടിലെ ഗ്രഹങ്ങൾ എത്ര ഡിഗ്രിയിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഡിഗ്രി അനുസരിച്ച് നമുക്ക് ഏത് ആനിമലാണ് വരുന്നത്, അല്ലെന്നൊരു ബർത്ത് ബേർഡാണ് വരുന്നത്, അതുപോലെ ഏത് ട്രീ ആണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് നമുക്ക് റെമഡി ചെയ്യണം. അതേമാതിരി 9th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ജന്മത്തിൽ വന്നിട്ട് കർമ്മ ട്രാൻസ്ഫർ ആവും. നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് പ്രായച്ചിത്തം എന്നുള്ള രീതിയിൽ ചില കർമ്മങ്ങൾ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കാഠിന്യത്തിന് കുറവ് വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഈ പാസ്റ്റ് കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങളനുസരിച്ചുള്ള ഓരോ വൃക്ഷങ്ങളുണ്ട്. നമ്മുടെ ജനനച്ചാട്ടിൽ ഏത് ഗ്രഹങ്ങൾ എത്ര ഡിഗ്രിയിലാണോ നിൽക്കുന്നത് അതിനെ അനുസരിച്ച് ഇവിടെ നിങ്ങളുടെ നക്ഷത്രങ്ങൾക്കനുസരിച്ചുള്ള മരങ്ങൾ, അതുപോലെ പക്ഷികൾ, ഇതൊക്കെ മാറി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള റെമഡി ചെയ്യണം. പ്രത്യേകിച്ച് പറഞ്ഞു 6th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇന്നത്തെ പൊസിഷനുമായിട്ട് ഇന്നത്തെ കർമ്മമാണ്. അതുപോലെ 9th ഹൗസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കർമ്മ, കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മങ്ങൾ, അത് ട്രാൻസ്ഫർ ആവും. അതുപോലെ 5th ഹൗസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ. അങ്ങനെ വരുമ്പോൾ ഈ ഹൗസുകളെയൊക്കെ നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടതുണ്ട്. അതിൽ ഈ പറയുന്ന ചില മരങ്ങൾ, അതുപോലെ നമ്മുടെ ബർത്ത് ബേർഡ്, നമ്മുടെ ആനിമൽ, അതിനെയൊക്കെ നമ്മൾ ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ 5th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ കാര്യമെന്ന് പറഞ്ഞു, ഭാവിയിലെ കാര്യം. പക്ഷേ ഇവിടെ ഈ ഒരു 5th ഹൗസ് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാനുള്ള തടസ്സങ്ങൾ, അതുമല്ലെന്നൊരു അബോഷന്, കുട്ടികൾക്ക് പഠിത്തത്തിൽ വിദ്യാഭ്യാസത്തിന് മുടങ്ങും, നമുക്ക് ഭാഗ്യം കുറയാനുള്ള ഒരു സാധ്യത, ലേഡീസ് ആണെന്നൊരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെന്നൊരിൽ അതിന് നഷ്ടം വരാൻ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള വിഷയങ്ങൾ വരാം. അതുപോലെ 6th ഹൗസ് ആണെന്നൊരിൽ നെഗറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് മണി ബ്ലോക്കേജ്, നമുക്ക് കടങ്ങൾ വരാൻ, അനാവശ്യമായിട്ടുള്ള കടബാധ്യതകൾ വരാൻ, അതുപോലെ ജോലി സ്ഥലത്ത് പല രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ, പലയിടത്ത് മാറി മാറി ജോലി ചെയ്യുന്നതോ അല്ല ജോലി സ്ഥിരതയില്ലായിരിക്കാനുള്ള സാധ്യത, അതുപോലെ അതൊരിൽ പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെടാം. അതുപോലെ എന്തെങ്കിലും ഇഞ്ചറി, മുറിവ് പറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതകളുണ്ട്.
ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന 6th ഹൗസിനെ ആയാലും 5th ഹൗസിനെ ആയാലും 9th ഹൗസിനെ ആണ് ഇതിലൊരു ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം 9th ഹൗസിൻ്റെ കാര്യം പറഞ്ഞാലും ഇതേമാതിരി തന്നെ നമുക്ക് ഏത് ട്രീയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. 9th ഹൗസിൻ്റെ റിസൾട്ട് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോണിക്കായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ്, ഉപരിപഠനത്തിന് തടസ്സങ്ങളുണ്ടാകാം, അതേമാതിരി ഫാദറിന് കുഴപ്പം, നടു സംബന്ധമായിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ 9th ഹൗസ് മോശമായാൽ. അതിനാണ് നമ്മൾ ഈ റെമഡി ചെയ്യുന്നത്. അപ്പോൾ ഈ റെമഡി പാർട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ആണ് അടുത്ത നമുക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നില്ലേ ഇവിടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ്. അതേമാതിരി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും.